നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തൊഴിലാളികളുടെ ഐക്യത്തിന്റെയും പോരാട്ടത്തിന്റെയും സന്ദേശവുമായി മെയ് ദിനം. നാടെങ്ങും മെയ് ദിന റാലി. തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മന്ത്രി VN വാസവൻ. എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കോട്ടയത്ത് കൊടിയിറങ്ങി. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു. ജനങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാരാണിതെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. പകർച്ചവ്യാധി ഭീഷണിയുമായി കൊതുക് ശല്യം രൂക്ഷം. മലയോര മേഖലയിൽ കൊതുകുകൾ പെരുകി. റബ്ബർ ചിരട്ടയും കൈതച്ചെടികളും വില്ലന്മാർ. ഫോഗിംഗ് പോലും നടത്താതെ ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. സാർവദേശീയ തൊഴിലാളി ദിനം ആഘോഷിച്ചു. പാമ്പാടിയിൽ നടന്ന മെയ് ദിനാഘോഷം CITU ദേശീയ ജനറൽ കൗൺസിൽ അംഗം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സാർവദേശീയമായി തൊഴിലാളികളുടെ ഐക്യത്തിന്റെയും പോരാട്ടത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്ത് മെയ് ദിനം നാടെങ്ങും ആഘോഷിച്ചു. പാമ്പാടിയിലായിരുന്നു ഏറ്റവും വലിയ മെയ് ദിനാഘോഷം നടന്നത്. വൈവിധ്യമാർന്ന പരിപാടികളോടെയായിരുന്നു CITUവിന്റെ നേതൃത്വത്തിൽ പാമ്പാടിയിലെ മെയ് ദിനാഘോഷം. 10,000 പങ്കെടുത്ത മെയ് ദിന റാലി പാമ്പാടിക്ക് വേറിട്ട അനുഭവമായി. നിരവധി ഫ്ലോട്ടുകളും കലാരൂപങ്ങളും റാലിക്ക് കൊഴുപ്പേകി. തുടർന്ന് നടന്ന സമ്മേളനം CITU ദേശീയ ജനറൽ കൗൺസിൽ അംഗം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധത്തിലുമുള്ള തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ ഇന്ത്യ ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്ന് VN വാസവൻ പറഞ്ഞു. എത്രയോ പൈശാചികമായ ഒരു നരനായാട്ടാണ് തീവ്രവാദികളുടെ ഭാഗത്തുനിന്ന് രാജ്യത്തിന്റെ നേരെ ഉണ്ടായത്. നിശ്ചയമായും നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് നമ്മുടെ നിരപരാധികളും നിസ്സഹായരും നിഷ്കളങ്കരുമായ ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന ഭീകരവാദിയുടെ ആ പ്രവർത്തനത്തെ നാം അങ്ങേയറ്റം അപലപിക്കുന്നതോടൊപ്പം ആ തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ ഭരണാധികാരികൾ സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് തൊഴിലാളി വർഗം. എല്ലാ വിഭാഗീയ വിധ്വംസന ശിഥിലീകരണ വാസനകളും മാറ്റിവെച്ച് ഈ കാലഘട്ടം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായി വിപുലവും വിശാലവുമായ ഐക്യവേദി രൂപപ്പെടേണ്ട സന്ദർഭത്തിലാണ് ഈ പ്രാവശ്യത്തെ മെയ് ദിനം കടന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM രാധാകൃഷ്ണൻ അധ്യക്ഷനായി. KM വിശ്വനാഥൻ, അഡ്വക്കേറ്റ് റെജി സഖറിയ, സുഭാഷ് P വർഗീസ്, EM സാബു, ജേക്സി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. CITU വാഴൂർ ഏരിയ കമ്മിറ്റിയുടെ മെയ് ദിന റാലി പൊൻകുന്നത്ത് നടന്നു. ടൗൺ ചുറ്റി നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. CITU വാഴൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആഘോഷിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മെയ് ദിന റാലിയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. KSEB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മെയ് ദിന റാലിയിൽ വാദ്യമേളങ്ങൾ അകമ്പടിയായി. തുടർന്ന് രാജേന്ദ്ര മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് റെജി സഖറിയ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം അപകടത്തിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളതെന്ന് അഡ്വക്കേറ്റ് റെജി സഖറിയ പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തെ വിഭജിക്കുന്നതിന് കോൺഗ്രസും മുസ്ലിം ലീഗും ഒത്താശ ചെയ്തുവെന്നും പഹൽഗാമിലുണ്ടായ ഭീകരവാദത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ പലരും ശ്രമിക്കുകയാണെന്നും അഡ്വക്കേറ്റ് റെജി സഖറിയ കുറ്റപ്പെടുത്തി. രാജ്യത്തെ വെട്ടിമുറിച്ചു, അതിന് കൂട്ടുനിന്നവരാണ് ഇന്ത്യയിലെ കോൺഗ്രസുകാർ. രാജ്യത്തെ വെട്ടിമുറിച്ചാലും ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലടിച്ച് ചതഞ്ഞ് തകർന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്കൊരു അധികാര കേന്ദ്രം വേണം, ഒരു പ്രധാനമന്ത്രിയെ വേണം. അതിന് നിങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കിക്കൂ, ഞങ്ങളെതിരല്ല എന്ന് പറഞ്ഞ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി അതിന് അനുകൂലമായിരുന്നില്ല. ജവഹർലാലിനെ പലരും പ്രേരിപ്പിച്ചു. പിന്നാമ്പുറത്ത് നിന്ന മുതലാളിമാരാൽ നിയന്ത്രിക്കപ്പെടുന്ന കോൺഗ്രസ് ഈ രാജ്യത്ത്
ഇവിടുത്തെ സായിപ്പന്മാരോടൊപ്പം നിന്ന് വെട്ടിമുറിക്കാൻ കൂട്ടുനിന്നു മറുവശത്ത് മുസ്ലിം ലീഗും. അങ്ങനെ വെട്ടിമുറിക്കപ്പെട്ടത് കൊണ്ടാണ് ഒരിക്കലും അടങ്ങാത്ത അതിർത്തി പ്രശ്നം സങ്കീർണമായി ഇവിടെ നിൽക്കുന്നത്. CITU ജില്ലാ കമ്മിറ്റി അംഗം ബിജുകുമാർ അധ്യക്ഷനായി. വാഴൂർ ഏരിയ സെക്രട്ടറി വി ജി ലാൽ, IS രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് ഗിരീഷ് എസ് നായർ, TN ഗിരീഷ് കുമാർ, സുരേഷ് കുമാർ, സേതുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. AITUC കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങൂരിലായിരുന്നു മെയ് ദിനാഘോഷം നടത്തിയത്. റാലിയിലും പൊതുസമ്മേളനത്തിലും നിരവധി പേർ പങ്കെടുത്തു. AITUC കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. കൊടുങ്ങൂരിൽ നടന്ന റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം AITUC ജില്ലാ പ്രസിഡന്റ് OPS സലാം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് MA ഷാജി, CPI ജില്ലാ കൌൺസിൽ അംഗം രാജൻ ചെറുകാപ്പള്ളിൽ, കാഞ്ഞിരപ്പള്ളി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CG ജ്യോതിരാജ്, സിജോ പ്ലാത്തോട്ടം, ബാബു ജോൺ, K ബാലചന്ദ്രൻ, ജെയ്മോൻ ജോസ്, വാവച്ചൻ വാഴൂർ, സ്വപ്ന റജി, അഖിൽ R നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇന്ത്യയിലെ തൊഴിലാളികളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നതായി AITUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു. പാലായിൽ മെയ് ദിനാഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ തൊഴിലാളികൾ നിരവധി ഐതിഹാസിക പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ നികൃഷ്ട ജീവികളായാണ് കാണുന്നതെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു അഭിപ്രായപ്പെട്ടു. പാലായിൽ AITUC പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മിനിമം കൂലി എന്നത് മാറ്റി തറക്കൂലിയാക്കി നടപ്പിലാക്കാൻ BJP ഗവൺമെന്റ് തീരുമാനിക്കുന്നു. തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന BJP സർക്കാരിനെതിരെ തൊഴിലും കൂലിയും സംരക്ഷിക്കുന്നതിന് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ലോക തൊഴിലാളി ദിനമായ മെയ് 1 നമ്മെ ഓർമ്മപ്പെടുത്തുന്നതെന്നും VB ബിനു പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യയിലെ തൊഴിലാളികൾ ഒന്നടങ്കം മെയ് 20 അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുകയാണ്. ഇതിൽ എല്ലാ വിഭാഗം തൊഴിലാളികളും പൊതുസമൂഹവും അണിനിരക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മെയ് ദിനം തന്നെ മറക്കുന്നു, മെയ് ദിന സന്ദേശം മറക്കുന്നു. 8 മണിക്കൂർ ജോലി എന്നുള്ളത് പഴയ ചരിത്രമെന്ന് അവർ തന്നെ പറയുന്നു. പുതിയ കാലഘട്ടത്തിൽ 8 മണിക്കൂർ പോരാ, അവർ പാർലമെന്റിൽ പാസാക്കിയ ലേബർ കോഡ് പരസ്യമായി ജനങ്ങളോട് പറയുന്നു 10 മണിക്കൂർ ജോലി, അതിനിടയിൽ നിങ്ങൾ വേണേ 9 മണിക്കൂറോ 8 മണിക്കൂറോ ആക്കൂ. അല്ലാതെ 8 മണിക്കൂർ ജോലി എന്നുള്ളത് ILO പോലും അംഗീകരിച്ച, ഐക്യരാഷ്ട്ര സഭ പോലും അംഗീകരിച്ച, ലോകത്തെല്ലാ രാഷ്ട്രങ്ങളും ഒരുപോലെ പിന്തുടരുന്ന ആ നയം ഇന്ത്യ ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ച കാലഘട്ടത്തിലാണ് നമ്മൾ AITUCയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ ഇന്ന് മെയ് ദിനത്തിന്റെ സന്ദേശവുമായി ഇന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും രാജ്യത്തെല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ മെയ് ദിന റാലികൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പയസ് രാമപുരം അധ്യക്ഷനായി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് തോമസ് VT, CPI മണ്ഡലം സെക്രട്ടറി PK ഷാജകുമാർ, BKMU ജില്ലാ പ്രസിഡന്റ് TB ബിജു, CPI ജില്ലാ കമ്മിറ്റി അംഗം അനൂബാബു തോമസ്, MT സജി, സിബി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലാ തെക്കേക്കരയിൽ ആരംഭിച്ച റാലി ടൗൺ ചുറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയത്ത് നടന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സമാപിച്ചു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു.
രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് സമാപന സമ്മേളനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തരകാല കേരളത്തിന്റെ സുവർണ കാലമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇച്ഛാശക്തിയോടെയും ദൃഢനിശ്ചയത്തോടെയും ജനങ്ങളെ ചേർത്ത് പിടിച്ച മറ്റൊരു സർക്കാരില്ല. 4.5 ലക്ഷം ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകിയ മറ്റൊരു സർക്കാരും രാജ്യത്ത് തന്നെയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും മികവുറ്റ സർക്കാരിന്റെ 125ഓളം വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സുസ്ഥിരമായ തൃപ്തികരമായ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കൃത്യമായ അറിവ് പകർന്നു നൽകിയ ഗവൺമെന്റിന്റെ സംശുദ്ധവും സുതാര്യവും മികച്ച നിലയിൽ കാര്യക്ഷമതയോടുകൂടിയുള്ള ഭരണ സംവിധാനത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരുന്ന വലിയ പ്രദർശനമാണ് എന്റെ കേരളം. മേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്റ്റാളുകൾക്ക് MLA പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അധ്യക്ഷയായി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ KR പ്രമോദ് കുമാർ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്ത്, കേരള വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത്ത്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PS ഷിനോ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എന്റെ കേരളം മേളയുടെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന കലാമേള വേറിട്ട അനുഭവമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത്. പ്രണവം ശശി നയിച്ച നാട്ടുകൂട്ടവും സൂരജ് സന്തോഷിന്റെ കലാസന്ധിയും ആസ്വാദക ഹൃദയം കീഴടക്കി. അക്ഷരനഗരിയിൽ ആവേശത്തീ പടർത്തി പ്രണവം ശശിയുടെ നാട്ടുകൂട്ടം. തിത്തിത്താരായും കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകളുമൊക്കെയായി വേദിയും സദസ്സും ഒരുപോലെ നിറഞ്ഞാടി. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കോർത്തിട്ട ഒരുപിടി മെലഡി ഗാനങ്ങളോടൊപ്പം മലയാളികളെ ചിന്തിപ്പിച്ചുകൊണ്ടുള്ള പാട്ടുകളുമായി സൂരജ് സന്തോഷും സംഘവും മേളയുടെ സമാപനം കോട്ടയത്തിന് മറക്കാനാവാത്ത ആനന്ദമാക്കി മാറ്റി. സൂരജിന്റെ പാട്ടുകൾ സദസ്സ് നിറഞ്ഞ ഹൃദയത്തോടെ ഏറ്റുപാടി. നിറഞ്ഞ സദസ്സ് സൂരജിന്റെ ഇമ്പമുള്ള പാട്ടുകൾക്കൊപ്പം ചുവടുവെച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പകർച്ചവ്യാധി ഭീഷണി ഉയർത്തി കൊതുക് ശല്യം വർദ്ധിക്കുന്നു. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിലാണ് കൊതുക് ശല്യം വർദ്ധിച്ചിരിക്കുന്നത്. കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് കൊതുക് ശല്യം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. ഇടവിട്ടുള്ള മഴയും വെയിലും കൊതുകുകളുടെ സാന്ദ്രത മുൻപെങ്ങുമില്ലാത്ത വിധം ഉയരാൻ കാരണമായി. വീടുകളിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് പലയിടത്തുമുള്ളത്. മലയോര മേഖലയിലെ ജനങ്ങൾക്കാകെ പകർച്ചവ്യാധി ഭീഷണി പരത്തിയാണ് കൊതുകുകൾ വർദ്ധിച്ചിരിക്കുന്നത്. തോട്ടമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് റബ്ബർ കൈതത്തോട്ടങ്ങളോട് ചേർന്ന് താമസിക്കുന്നവർ. വെട്ടാതെ കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകളിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന സ്ഥിതിയുണ്ട്. കൈതത്തോട്ടങ്ങളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കൈതപ്പോളകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഇരട്ടിയാക്കുന്നുണ്ട്. കൊതുകുകൾ വർദ്ധിക്കുന്നത് ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാനും കാരണമാകുന്നുണ്ട്. കൊതുകുകൾ ഇത്രയേറെ പെരുകിയിട്ടും ഇവയെ നശിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആരോഗ്യ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി, ഒരു പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വേനൽ മഴ വളരെ മുൻകൂട്ടി എത്തിയതുകൊണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങളൊന്നും നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല.
ഇത് ഒരു ഗൗരവമായ ഒരു കാര്യമായി മനസ്സിലാക്കിക്കൊണ്ട് കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും ഒക്കെ രംഗത്ത് വരേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര ഒരു ശ്രദ്ധ ഈ മേഖലയിൽ ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി ഉൾപ്പെടെ പല രോഗങ്ങളും ഇതിനോടനുബന്ധിച്ച് പടർന്നു പിടിക്കുവാൻ സാധ്യതയുണ്ട്. അതിനൊരു മുൻകരുതൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് നാട്ടുകാർക്ക് വേണ്ടി വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. മഴക്കാലം ആരംഭിക്കാൻ 1 മാസം കൂടി മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരത്തിൽ കൊതുകുകൾ വൻതോതിൽ വർദ്ധിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ ഇത്തവണ ആരോഗ്യവകുപ്പ് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. കൊതുകുകൾ വർദ്ധിക്കുമ്പോൾ ഇവയെ നശിപ്പിക്കാൻ ഫോഗിംഗ് അടക്കം നടത്താറുണ്ടായിരുന്നുവെങ്കിലും ഇക്കുറി ഇതിനും തീരുമാനമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സക്ഷമയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാമേള നാളെ കോട്ടയത്ത് നടക്കും. സൂർസാഗർ 2025 എന്ന പേരിലാണ് മേള. സൂർദാസ് ജയന്തിയോടനുബന്ധിച്ച് ദേശീയ തലത്തിൽ ഭിന്നശേഷി സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സക്ഷമയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി കലാകാരന്മാർക്കായി സൂർസാഗർ 2025 എന്ന പേരിൽ കലാമേള നടത്തുന്നു. വെള്ളിയാഴ്ച കോട്ടയം മൗണ്ട് കാർമൽ ഗേൾസ് ഹൈസ്കൂളിലാണ് കലാമേള. ലളിതഗാനം, ചിത്രരചന, ഡാൻസ്, ഫാൻസി ഡ്രസ്, പ്രസംഗം, മിമിക്രി തുടങ്ങി വിവിധ കലാമത്സരങ്ങൾ ഉണ്ടാവും. കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി കലാകാരന്മാരുടെ കൂട്ടായ്മയായ സക്ഷമ കലാഞ്ജലിയുടെ പിന്തുണയോടെയാണ് സൂർസാഗർ 2025 സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9:30 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കലാമേള ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 4 വേദികളിലായി മത്സരം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മേളയിലെ ലളിതഗാനം, ചിത്രരചന, ഫാൻസി ഡ്രസ്, പ്രസംഗം, മിമിക്രി, ഡാൻസിന്റെ ഗ്രൂപ്പ് ഡാൻസും സിംഗിൾ ഡാൻസും ഉണ്ട്. അങ്ങനെ 6 വിഭാഗങ്ങളിൽ ആണ് മത്സരം നടക്കുന്നത്. ഏതാണ്ട് 4 സ്റ്റേജുകളിലായിട്ട് ഒരേ സമയത്ത് മത്സരം. ഇതിന്റെ മേരന്റെ ഉദ്ഘാടനം കോട്ടയത്തെ ബഹുമാന്യ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സക്ഷമ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസന്നകുമാരി, ജില്ലാ സെക്രട്ടറി സ്വപ്ന ശ്രീരാജ്, മീഡിയ കൺവീനർ അഡ്വക്കേറ്റ് രോഹിത് R, ജനറൽ കൺവീനർ PG ഗോപാലകൃഷ്ണൻ, ജോയിന്റ് കൺവീനർ മഹേഷ് M എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലാളികളുടെ ഐക്യത്തിന്റെയും പോരാട്ടത്തിന്റെയും സന്ദേശവുമായി മെയ് ദിനം. നാടെങ്ങും മെയ് ദിന റാലി. തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മന്ത്രി VN വാസവൻ. എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കോട്ടയത്ത് കൊടിയിറങ്ങി. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു. ജനങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാരാണിതെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. പകർച്ചവ്യാധി ഭീഷണിയുമായി കൊതുക് ശല്യം രൂക്ഷം. മലയോര മേഖലയിൽ കൊതുകുകൾ പെരുകി. റബ്ബർ ചിരട്ടയും കൈതച്ചെടികളും വില്ലന്മാർ. ഫോഗിംഗ് പോലും നടത്താതെ ആരോഗ്യവകുപ്പ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.